ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ. ഇന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സോയാബീൻ ചൂടുവെള്ളം കഴുകി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ കുതിരെ. ഇത് ഉരുളക്കിഴങ്ങും സിംല മിർച്ചും മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഉള്ളി, തക്കാളി. ഗ്യാസ് കത്തിച്ച് ചട്ടി ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി നമുക്ക് ഇതിനകത്തേക്ക് കറി ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. പുളിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ നമുക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് പെട്ടെന്ന് അത് വഴഞ്ഞ് കിട്ടും. നമുക്ക് പുളി ഇവിടെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചെറുതീയിലൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി തക്കാളിയുടെ വഴഞ്ഞ് വന്നിട്ടുണ്ട് നല്ലോണം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. സ്റ്റിച്ചിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് യൂസ് ചെയ്തത്. നല്ലതാണ്. മറ്റുള്ളതൊക്കെ യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് വെള്ളം പൊട്ടിച്ചെടുക്കുന്നു. ഇതാണ് എനിക്ക് ഇഷ്ടം. മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് കഴിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് വെച്ചിട്ട് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1 സ്പൂൺ മല്ലിപ്പൊടി, എൻ്റെ ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് അത്ര ഇട്ടത്. ഇനി അടുത്തതായി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് ഒരു 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതും ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് ഞാൻ എത്ര ഇട്ട് കൊടുത്തത്. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് എണ്ണ വഴഞ്ഞ് വരുന്ന വരെ നമുക്ക് വഴറ്റി വെക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഭാഗം. ഇങ്ങനെ ചട്ടിയിൽ നിന്ന് വിട്ടു വരണം, എന്നാലേ കറിക്ക് ഒരു ടേസ്റ്റ് കാണും. ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ച സോയാബീൻ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സോയാബീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ആ മസാലയിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറുതീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ മസാല പിടിച്ചിട്ട് എന്നിട്ട് ബാക്കി ചേരുവകളോട് ചേർത്ത് കൊടുക്കാം. നമുക്കത് തുറന്ന് നോക്കാം. നല്ല തറ വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് ഉരുളക്കിഴങ്ങും സിംല മിർച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് ചെറുതീയിൽ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഗരം മസാലയും കൂടെ ചേർത്ത് എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറുതീയിലിട്ട് വേവിച്ചാൽ അതിലെ ആവിയിൽ തന്നെ അത് വെന്ത് കിട്ടുന്നതായിരിക്കും. നല്ലോണം മിക്സ് ചെയ്യുക. മസാല എല്ലാം ചേർത്തിട്ട് നമുക്കിനി അടച്ചു വെക്കാം. ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാവ്, അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ സിംല മിർച്ച് ഉരുളക്കിഴങ്ങ് ഭാജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്കൊരു ചേരുവയും കൂടി ഇതിന് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. അത് മറ്റൊന്നുമല്ല, ഇതാണ് വെളിച്ചെണ്ണ. അത് ഇതിൻ്റെ മണ്ടയ്ക്കൂടെ ഒന്ന് തൂക്കി കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. കിടക്കണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടത് അടച്ചു വെക്കാം നമുക്ക്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ. ഈ 2 സാധനം ഇടാൻ മറന്നുപോയി. അതോടെ നമുക്ക് നമ്മുടെ ആ ഭാജിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് അത് ഇളക്കി മിക്സ് ചെയ്യാം. അതാണ് നല്ലത്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഇളക്കി മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് അടച്ച് വെച്ചേക്കാം. കുറച്ചൊക്കെ വേഗനുണ്ടെങ്കിൽ ആ ബർണറിൻ്റെ ചൂടിലായിക്കോളും. ഗ്യാസ് വേറെ ഒന്നും നിങ്ങൾക്ക് അടുപ്പിൽ വെക്കാനില്ലെങ്കിൽ ഗ്യാസ് അടുപ്പിൽ ബാക്കി അവിടെ നിന്ന് വെക്കോളും. അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഭാജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ബായ്.